ഹായ് ഹായ് ഹലോ. ആരെയും കാണുന്നില്ലല്ലോ. ഹായ്. ഞാനേ ഇപ്പോൾ ലൈവിൽ വരാനായിട്ടൊരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത്. ഹായ് ഹായ്. ഹരേ കൃഷ്ണ. ഹായ് ഹായ്. രാധേ രാധേ. ഹായ്. എന്നെ മനസ്സിലായോ? എവിടെയോ ഓർമ്മയുണ്ടോ? ഓർക്കുന്നില്ല. ധന്യ ദിയ, വിനുകുമാർ, റോളിൻസ് ഫ്യൂരിയസ്. ഹായ് ചേച്ചി. ഹായ്. ഹരേ കൃഷ്ണ. അപ്പം ഞാൻ ഇന്ന് ലൈവിൽ വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ, വളരെ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലോകത്ത് ഇപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലേ. ഇന്ത്യ പാക് യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അത് കുറേ പേര് വന്നിട്ട് പറയുന്നു യുദ്ധം നടക്കട്ടെ, ഇങ്ങനെയൊക്കെ ഒരുപാട് നല്ല കാര്യമായിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷെ യുദ്ധം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് നമുക്ക് ഒരു ഇത് ചെയ്തപ്പോഴാണ് അങ്ങോട്ട് ഉണ്ടായതല്ലേ, യുദ്ധം ഉണ്ടായത് അതുകൊണ്ടാണല്ലേ. പക്ഷെ എന്നാലും അതിന് ഒരു ടൈം ഉണ്ടല്ലോ. അത് നമ്മൾ ഒരുപാട് ഓവറായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേര് മരിക്കുന്നുണ്ടല്ലേ. ഇപ്പം ഇന്ത്യയിലുള്ളവരായാലും മരിക്കുന്നുണ്ട്, പാകിസ്ഥാനികളായാലും മരിക്കുന്നുണ്ടല്ലേ. അപ്പം ഒരുപാട് വീഡിയോസൊക്കെ ഇതിൽ കണ്ടായിരുന്നു. അപ്പം വളരെയധികം വിഷമം തോന്നി. കാരണം കുഞ്ഞു മക്കളും സ്ത്രീകളും ഒക്കെ ഇങ്ങനെ അലമുറയിട്ട് കരയുന്ന വീഡിയോസൊക്കെ കണ്ടു. അപ്പം അങ്ങനെ ചോദിക്കും, നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സ്ത്രീയുടെ ഹസ്ബൻഡിനെ ആണല്ലോ കൊന്നത്, കുറേ പേര് ഇന്ത്യക്കാരെ കൊന്നുവല്ലോ എന്ന് തോന്നും. അപ്പം അതും അവർ ചെയ്ത അവരുടെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്, അത് തെറ്റില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ യുദ്ധം ഇങ്ങനെ നീണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് എന്താ പറയുക, വീണ്ടും വലിയ ഒരു ഇതിലേക്ക് യുദ്ധം കൊണ്ടുവിടത്തേയുള്ളൂ. ഇതിനിടയിൽ നിരപരാധികളായിട്ടുള്ള ഒന്നും അറിയാത്ത ആൾക്കാരും മരണപ്പെടുന്നുണ്ടല്ലേ. ഇപ്പം നമ്മുടെ ഇന്ത്യക്കാരായാലും ശരി, പാകിസ്ഥാനികളായാലും ശരി, ഒരുപാട് ഒന്നും അറിയാത്ത, ഇതിലൊന്നും പെടാത്ത ഒരുപാട് നിരപരാധികൾ മരണപ്പെടുന്നുണ്ടല്ലേ. അപ്പം അത് വളരെയധികം വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത്. അത് ഈശോയുടെ നാമത്തിലായാലും ശ്രീകൃഷ്ണന്റെ നാമത്തിലായാലും പ്രാർത്ഥിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു യുദ്ധം അവസാനിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അതിന് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യൻസിൽ നമ്മുടെ എന്താ പറയുക, ഇന്ത്യൻസിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് വേറൊരു രീതിയിലുള്ള സംസ്കാരമാണ്. നിങ്ങൾക്ക് തന്നെ അത് ഇപ്പം നമ്മുടെ സംസ്കാരമേ എന്താ പറയുക, ഇന്ത്യൻ സംസ്കാരമേ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന, നശീകരണത്തിൽ പോകുന്ന ഒരു ടൈമിലൂടെയാണ് എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം വന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യൻസ് ആയിട്ടുള്ള സ്ത്രീകൾ വളരെയധികം വഴിതെറ്റി സഞ്ചരിക്കുന്ന മാത്രമല്ല, അവരുടെ ഡ്രസ്സിങ് രീതികൾ മാറി. അവർക്കിപ്പോൾ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ പണത്തിന് വേണ്ടിയിട്ട് നഗ്നത പ്രദർശിപ്പിക്കാൻ യാതൊരു വിധത്തിലുള്ള മടിയും കാണിക്കാത്ത ഒരു സമൂഹമായി മാറി നമ്മുടെ ഇന്ത്യൻ വിമൺസ് അല്ലെങ്കിൽ സ്ത്രീകളെന്ന് പറയുന്നത്. അപ്പം മറ്റുള്ള ചില രാജ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ കരാട്ടയും കുംഫുവും സ്ത്രീകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് വീഡിയോസ് ഇടുമ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവരെ തുണി ഉരിഞ്ഞ് കാണിച്ചിട്ട് എന്താ പറയുക, തങ്ങളുടെ നഗ്നത ടോട്ടലി ലോകം മുഴുവൻ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള റീൽസ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇടുന്നത്. അപ്പം പണത്തിന് വേണ്ടിയിട്ട് ഫുൾ ന്യൂഡായിട്ട്, അതായത് ഒരു തുണി പോലും ശരീരത്തിലില്ലാതെ വരെ ലോകം മുഴുവനും കാണിക്കാൻ മടിയില്ലാത്ത ആ ഒരു ഇതിലേക്കാണ് ചില പെൺകുട്ടികൾ ഇങ്ങനെ ഇന്ത്യക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കേരളീയരായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഇപ്പോൾ മുതിരുന്നത്. അപ്പം അത് വളരെയധികം സങ്കടകരമായിട്ടുള്ള കാരണമാണ്. ഇങ്ങനെയുള്ള കുറേ സ്ത്രീകൾ, ഇങ്ങനെയുള്ള കുറേ അലവലാദികളായിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഇങ്ങനെ ഇത്രയും ഡ്രസ് സെൻസ്, ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് ലോകത്തെ മുഴുവൻ പ്രദർശിപ്പിച്ച് കാണിക്കുന്ന ഇങ്ങനെയുള്ള കുറേ സ്ത്രീകൾ ഉള്ളത് കാരണം എന്താ പറയുക, നല്ലവരായിട്ടുള്ള, ഇപ്പം കേരളത്തിലായാലും ഇന്ത്യയിലൊക്കെ ആയാലും നമ്മുടെ നല്ലവരായിട്ടുള്ള കുറേ അമ്മമാർക്ക്, ചേച്ചിമാർക്ക്, സഹോദരിമാർക്ക്, പെൺകുട്ടികൾക്കൊക്കെയാണ് ഇപ്പം വളരെയധികം വിഷമമായിട്ടിരിക്കുന്നത്.
ഒരു കാര്യം, ഇവർക്ക് പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവരെന്തിനാണ് പബ്ലിക്കായിട്ട് ഇവരുടെ ശരീരം പ്രദർശിപ്പിക്കുന്നത്? പബ്ലിക്കായിട്ട് ഇവർ നഗ്നത പ്രദർശിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർക്ക് അങ്ങനെ പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ കൂടെ പോയിട്ട് അയാളെ മാത്രം കാണിക്കുക. അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ പോയിട്ട് അയാളെ മാത്രം നഗ്നത പ്രദർശിപ്പിക്കുകയോ സെക്സ് ചെയ്യുകയോ ചെയ്യുക. അല്ലാതെ ഇത് എന്താ പറയുക, സെക്സ് ചെയ്യുന്ന കാര്യമായാലും തങ്ങളുടെ ശരീരം പ്രദർശിപ്പിക്കുന്ന കാര്യമായാലും എല്ലാം ഈ സോഷ്യൽ മീഡിയ വഴി ലോകം മുഴുവൻ കാണിച്ച് പ്രദർശിപ്പിക്കേണ്ട ആവശ്യം എന്താണ് പണത്തിന് വേണ്ടി? ഇതാണ് എൻ്റെ ചോദ്യം. വളരെ വൾഗറായിട്ട്, വളരെയധികം എന്താ പറയുക, മ്ലേച്ഛമായിട്ടുള്ള, നമുക്ക് കാർക്കിച്ച് തുപ്പാൻ തോന്നുന്ന രീതിയിലുള്ള വീഡിയോസാണ്, പലതരത്തിലുള്ള വീഡിയോസാണ് ഈ ഇന്ത്യൻ വുമൺസ് ആയാലും ശരി, കേരളത്തിലുള്ള ചില വുമൺസ് ആയാലും ശരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കിനിയൊക്കെ ഇട്ട് ഓരോരുത്തരും ഷൂട്ട് ചെയ്യുന്ന, അങ്ങനെയുള്ള എന്താ പറയുക, അത്രയും ശരീരത്തെ നമ്മുടെ ദേവി അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്ന ശരീരമാണത്, ദേവി തന്ന ശരീരമാണ്, അല്ലെങ്കിൽ ഭഗവാൻ തന്ന ശരീരമാണ്. ഇതൊന്നും പോലും ഓർക്കാതെ എന്താ പറയുക, ആരുടെ മുമ്പിൽ വേണമെങ്കിലും പണത്തിന് വേണ്ടിയിട്ട് ലോകം മുഴുവൻ റീൽസ് ചെയ്ത് തുണി ഉരിഞ്ഞ് കാണിച്ച് റീൽസ് ചെയ്യാനും വീഡിയോസ് കാണിക്കാനും, അവർ ചെയ്യുന്ന സെക്സ് വീഡിയോസ് കാണിക്കാനും, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇത് കാണിച്ച് പണം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള മടിയും ഇല്ലാത്ത ഒരു ചില സ്ത്രീകളായിട്ട് മാറുകയാണ് ചില സ്ത്രീകൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യൻ സമൂഹം, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കേരള സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്കൊന്നും ഇതിനൊരു കടിഞ്ഞാണിടാനോ ഇതിനെതിരെ ഒരു നിയമങ്ങൾ വരാനോ നിയമ സംവിധാനങ്ങൾ വരാനോ ഒന്നും ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ റീല് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള റീല് ചെയ്യാം. എങ്ങനെയാണ്? ഒരു നല്ല രീതിയിലുള്ള ചുരിദാർ ധരിച്ചുകൊണ്ടോ ഒരു ഷാൾ ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇപ്പൊ ആരും ഷാൾ ഇടാറില്ലല്ലോ. പണ്ടൊക്കെ നമ്മൾ ഷാൾ ധരിക്കുമായിരുന്നു, പക്ഷെ ഈ കാലഘട്ടത്തിൽ ആരും ഷാൾ ധരിക്കാറില്ല. അവർക്ക് വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെയുള്ള വീഡിയോ അവർക്ക് ചെയ്യാം? അവർക്ക് ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് അവർക്ക് ഡാൻസ് കളിച്ചിടാം, പാട്ട് പാടിയിടാം, അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാം, അവർക്ക് ഒരു ഇൻഡോർ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിപ്പോൾ കപ്പിൾസ് ആയിട്ടാണെങ്കിലും ചെയ്യാം, അതിലൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷെ എന്തിനാണ് ഈ ശരീരം മുഴുവൻ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഇങ്ങനെയുള്ള വൾഗറായിട്ടുള്ള പല രീതിയിലുള്ള വൃത്തികെട്ട റീൽസുകൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മുടെ പുതിയ തലമുറയിലുള്ളവരെ പോലും വഴിതെറ്റിക്കുന്നത്? അപ്പൊ ഇന്ത്യയിലുള്ള വിമൺസ് എല്ലാവരും നല്ലവരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ വിമൺസിന് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് എന്താ പറയാ, സപ്പോർട്ടീവായിട്ട് അവരുടെ ഹസ്ബൻഡ്സ് തന്നെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവർ തന്നെ അവർക്ക് സപ്പോർട്ടീവായിട്ടുണ്ട് എന്നുള്ളതാണ് അതിലും വലിയ വിഷമകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ സംസ്കാരം പൂർണ്ണമായിട്ട് നശിച്ചു പോയി എന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് പേര് പാകിസ്ഥാനികളെ മാത്രം കുറ്റം പറയുന്നുണ്ട്. പാകിസ്ഥാനികൾ അവര് പർദ്ദയാണ് യൂസ് ചെയ്യുന്നത്. അവിടെയുള്ള സ്ത്രീകൾ പർദ്ദയല്ലാതെ വേറൊരു ഡ്രസ്സും അവർ യൂസ് ചെയ്യാറില്ല. അവര് എന്തെങ്കിലും രീതിയിൽ അവർ സെക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെക്സ് ചെയ്യുന്ന ആൾക്ക് മാത്രമാണ് അവരുടെ ശരീരം പ്രദർശിപ്പിക്കുന്നത്. അല്ലാതെ അവര് എന്താ ലോകം മുഴുവൻ പ്രദർശിപ്പിക്കുന്നവരുണ്ടാവും. പക്ഷെ ഞാനൊരു കാര്യം പറയാൻ വന്നു വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്ത്രീകളും നല്ലവരാണോ? ഒരിക്കലും അല്ല. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ പാകിസ്ഥാനിലുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ളവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റും? ആദ്യം സ്വന്തം തെറ്റും സ്വന്തം രാജ്യത്തിലുള്ള സ്ത്രീകളുടെ തെറ്റുകളും സ്വന്തം സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള തെറ്റുകളും കുറവുകളും ആദ്യം എന്താ പറയാ, ഇന്ത്യയിലുള്ള സ്ത്രീകൾ മനസ്സിലാക്കി അവരുടെ തെറ്റ് തിരുത്താൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അവരിലുള്ള തെറ്റെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കണം. അല്ലാതെ വെറുതെ എന്താ പറയാ, ഈ മറ്റുള്ള രാജ്യങ്ങളെ നമുക്ക് കുറ്റം പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇപ്പം മുസ്ലിംസ് ആയാലും അവർ പർദ്ദയാണ് ധരിക്കുന്നത്. അപ്പം നമ്മുടെ എന്താ പറയാ, കുറെ അരങ്കഴിഞ്ഞ എന്താ പറയാ, ഇത്രയും ഒരു എന്താ പറയാ, ഒരു ശരീരത്തോട് ഒരു അല്പം പോലും എന്താ പറയാ, നാണോ മാനോ അഭിമാനോ ഇല്ലാതെ ഇങ്ങനെ എന്താ പറയാ, എല്ലാവരുടെയും മുൻപിൽ ലോകം മുഴുവൻ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ അതുപോലെ യൂട്യൂബ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിലൂടെ എന്താ പറയാ, ഇത്രയും പണത്തിന് വേണ്ടിയിട്ട് മ്ലേച്ഛകരമായിട്ട് സ്വന്തം ശരീരം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഇങ്ങനെയുള്ള മലയാളി സ്ത്രീകളാണെങ്കിലും ശരി തന്നെ, ഇന്ത്യൻ സ്ത്രീകളാണെങ്കിലും ശരി തന്നെ, അവരോട് പുച്ഛം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. എന്നിട്ട് ഈ എന്താ പറയാ, ശരീരം പ്രദർശിപ്പിച്ച് ഇങ്ങനെ കാണിക്കുന്ന, അതായത് നഗ്നത പ്രദർശിപ്പിച്ച് പണം ഉണ്ടാക്കുന്ന ചില പെണ്ണുങ്ങൾ വന്നിട്ട് പാകിസ്ഥാനികളെ ഇങ്ങനെ കുറ്റം പറഞ്ഞു.
അങ്ങനെ അവർക്ക് ആദ്യം അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കി തിരുത്തുക എന്നുള്ളതാണ്. എന്നിട്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയാം. ഇവർക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ ഇവർക്ക് അങ്ങനെയുള്ള ഇവർക്ക് അങ്ങനെ പോയി പണം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ആണിന്റെ കൂടെ പോയിട്ട് അവിടെ ആ റൂമിൽ മാത്രം ആ ആണിന് തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് പണം ഉണ്ടാക്കിക്കൊണ്ട് പോവുക, അതാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ലോകം മുഴുവൻ തങ്ങളുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മടിയും ഇല്ലാതെ നഗ്നത പ്രദർശിപ്പിച്ച് തുണി ഉരിഞ്ഞ് കാണിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്ന ഒരു ഇന്ത്യൻ സ്ത്രീകളോടോ ഒരു കേരളത്തിലുള്ള സ്ത്രീകളോടോ വെറും പുച്ഛം മാത്രമേ എനിക്കുള്ളൂ. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ല, ഒരുപാട് പേര് ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, മുൻപും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക കാലാവസ്ഥ തന്നെ മാറി എന്നുള്ളതാണ്. ഒരു എന്താ പറയുക ഒരു ഫുള്ള് ഒരു ചൂട് കാലാവസ്ഥയാണ് ഇപ്പോൾ, അതികഠിനമായിട്ടുള്ള ചൂടാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ പ്രകൃതിയിലും നമ്മുടെ ഈ ഒരു സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കും സിനിമയിലൊക്കെ അങ്ങനെ തുണി ഉരിഞ്ഞ് കാണിക്കുന്നില്ലേ, അങ്ങനെയുള്ള ഐറ്റം ഡാൻസുകളൊക്കെ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുക. അത് അവരുടെ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് അവരുടെ ഇതിൽ ചെയ്യുന്നതാണ്. ഇത് ഞാൻ പറയുന്ന അങ്ങനെയല്ല, ഇത് ഫുള്ള് ന്യൂഡായിട്ട് കാണിക്കുന്ന വീഡിയോസുകൾ ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് അത്രയും വൾഗറായിട്ടുള്ള രീതിയിൽ കാണിക്കുന്ന വീഡിയോസ് ചെയ്യുന്ന സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? അല്ലാതെ ഒരു സിനിമയിൽ ഒരു ഐറ്റം സോങ്ങിന് വേണ്ടിയിട്ട് ഇത് കാണിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനിൽ അവർ കാണിക്കുന്നതോ അല്ല ഞാൻ പറയുന്നത്. അല്ലാതെയുള്ള സ്ത്രീകൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് എന്താ പറയുക കൊച്ചു കുട്ടികൾ വരെയും കാണുന്ന ഒരു ഇതാണ്. പിന്നെ നമ്മുടെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതൊക്കെ എത്രയോ നാളുകളായിട്ട് ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഇങ്ങനെയൊക്കെ എന്താ പറയാ അവർക്ക് സ്ത്രീകൾക്ക് അവരുടെ സ്വന്തം ശരീരത്തിൽ തന്നെ ഒരു മമതയില്ല, അവരുടെ സ്വന്തം ശരീരത്തിൽ തന്നെ അവർക്കൊരു ഇതില്ലാതെ പണത്തിന് വേണ്ടിയിട്ട് എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ കല്യാണത്തിന് മുമ്പ് ഒരു ഷൂട്ട് ചെയ്യും, ആ ഷൂട്ട് അതിൻ്റെ അപ്പുറമുള്ള ഷൂട്ട് എന്തോ അതിന് പറയുന്നതെന്ന് ഞാൻ അത് ഓർക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്നാണ്. റീല് ചെയ്തിടുന്നെങ്കിൽ ചെയ്തിട്ടോട്ടെ, അത് മാന്യമായ രീതിയിലുള്ള റീൽസ് ചെയ്തിടാം, അതിൽ യാതൊരു കുറ്റവും ഇല്ല, മനസ്സിലായോ? മാന്യമായിട്ടുള്ള രീതിയിലുള്ള റീൽസ് നമുക്ക് ചെയ്തിടുന്നതിന് യാതൊരു കുറ്റമില്ല. ഇപ്പം നല്ലൊരു ചുരിദാർ ഇട്ടുകൊണ്ട് നമ്മൾ ഡാൻസ് കളിക്കുന്നതിനോ പാട്ട് പാടുന്നതിനോ ഒന്നും നമുക്കൊരു പ്രശ്നവും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ സാരി ഉടുത്തുകൊണ്ട് ഒരു റീൽസ് ചെയ്യുന്നതിനോ പാട്ട് പാടുന്നതിനോ ഡാൻസ് പാടി ഇടുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. അല്ലെങ്കിൽ അത്രയും വൾഗർ, അത്രയും എന്താ പറയുക വൃത്തിയായിട്ട രീതിയിലല്ലാത്ത ഡ്രസ്സസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റീൽസ് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. അല്ലാതെയുള്ള ഇങ്ങനെ എന്താ പറയുക തങ്ങളുടെ ശരീരങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന അങ്ങനെയുള്ള റീൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അത് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എനിക്ക്. കാരണം അത്രയ്ക്ക് അതപ്പതിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതപ്പതിച്ചു പോയി എന്നും പറയാൻ കഴിയത്തില്ല, അതിനപ്പുറം അരങ്കഴിഞ്ഞു പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ആരെയും എന്തിനേയും എന്തൊരു സൈഡും നമ്മൾ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റു പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിലുള്ളവരിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലുള്ള ചില സ്ത്രീകളിലും തെറ്റുണ്ടോ തെറ്റില്ലയോ എന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ശരീരം എന്ന് പറയുന്നത് അത് നമുക്ക് തരുന്നത് ആരാണ്? ആ ദൈവങ്ങളാണ്, അല്ലെങ്കിൽ ആ ദേവിയാണ് നമുക്ക് ആ ശരീരം എന്ന് പറയുന്നത് തരുന്നത്. അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ലോകത്ത് മൊത്തവും പ്രദർശിപ്പിച്ച് കാണിക്കേണ്ട യാതൊരു ആവശ്യവും ആർക്കും തന്നെ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അരങ്കഴിഞ്ഞ സ്ത്രീകൾ വന്നിട്ട് ഇങ്ങനെയുള്ള കുറെ റീൽസുകളും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് എന്താ പറയാ നല്ലവരായിട്ടുള്ള കുറെ സ്ത്രീകൾക്കും ആ ഒരു റെസ്പെക്ട് നഷ്ടപ്പെടുകയും അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരും വളരെയധികം വിഷമിക്കുകയും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ കാണിക്കുമ്പോൾ എന്താ പറയാ സമൂഹത്തിലുള്ള മറ്റ് ആണുങ്ങളായാലും മറ്റുള്ളവരായാലും കരുതുന്ന എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ായിരിക്കും ഇപ്പം നല്ല പെൺകുട്ടികളെ ആ ഒരു കണ്ണിലെ അവർ കാണുകയുള്ളൂ.
അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ കുറെ തുണിയുരിയുന്ന പെണ്ണുങ്ങൾ കാണുമായിരിക്കും. പക്ഷേ തുണിയുരിഞ്ഞ് ലോകത്തെ മൊത്തം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന സ്ത്രീകൾ അങ്ങനെ ഒരുപാട് പേര് കേരളത്തിലായാലും കാണുമായിരിക്കും, ഇന്ത്യയിലായാലും കേരളത്തിലായാലും കാണുമായിരിക്കും. പക്ഷെ എല്ലാ പെൺകുട്ടികളെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. എല്ലാ പെൺകുട്ടികളും അങ്ങനെ ഉള്ളവരല്ല. അതെല്ലാവരും മനസ്സിലാക്കുക. ഈ ഒരു അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളോട്, അതൊരു റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയണം. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ത്രീകളെയും, ചില സ്ത്രീകൾ ഇങ്ങനെ വൃത്തിയായിട്ട രീതിയിലുള്ള വീഡിയോസ് ഇങ്ങനെ എന്താ ന്യൂഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നു എന്ന് കരുതിയിട്ട് എല്ലാ സ്ത്രീകൾക്കും നിങ്ങൾ ആ റെസ്പെക്ട് കൊടുക്കാതിരിക്കരുത്. എല്ലാ സ്ത്രീകളെയും നിങ്ങൾ ആ ഒരു കണ്ണിൽ കാണരുത്. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു അപേക്ഷ എന്ന് പറയുന്നത്. അത്രയും സങ്കടമുണ്ട്, അത്രയും മനസ്സുരുവിയിട്ടാണ്, അത്രയും വിഷമം ഉണ്ടായിട്ട്, അത്രയും സങ്കടം ഉണ്ടായിട്ടാണ് ഞാൻ ഈ ഒരു ലൈവിൽ ഇപ്പോൾ വന്നത്. കുറേ നാളായിട്ട് ഞാൻ ഈ ഒരു കാര്യം, ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം, ഈ ഒരു വിഷയം എല്ലാവരിലേക്ക് എത്തിക്കണം, എല്ലാവരോടും പറയണമെന്ന് കുറേ നാളായിട്ട് തന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് അതിനൊരു അവസരം ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ തുണിയുരിഞ്ഞ് കാണിക്കുന്ന സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഇവർ മരണശേഷം ഭഗവാന്റെ അടുത്ത് പോവുക, അവിടെ പോയിട്ട് ഭഗവാൻ അവിടെ എന്താ പറയാ രാസലീല ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെ നിന്നിട്ട് ഇങ്ങനെ തുണിയുരിഞ്ഞ് കാണിക്കട്ടെ, അതാണ് നല്ലത്. കാരണം ഇതിനെയൊന്നും പിന്നീട് ഭൂമിയിലോട്ട് വിടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നല്ല സ്ത്രീകൾക്കും കൂടി അപമാനകരമാണ് ഇങ്ങനെയുള്ള പെൺകുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ഭഗവാൻ പോലും ചിലപ്പോൾ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും വൾഗറായിട്ടുള്ള രീതിയിലാണ് ഈ ലോകം മുഴുവൻ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തിനാണ്? അതിന്റെ ആവശ്യം എന്താണ്? എന്തിന്റെ പേരിലാണ് ഇങ്ങനെ കാണിക്കുന്നത്? എത്ര കൊച്ചു കുട്ടികൾ വരെയും കാണുന്നതാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയാസ്. അപ്പൊ അത് മനസ്സിലാക്കാം. നമുക്കും ഓരോ മക്കൾ വളർന്നു വരുന്നുണ്ടല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് നല്ല രീതിയിലുള്ള ഡ്രസ്സസ് ധരിച്ചുകൊണ്ട് നിങ്ങൾ റീൽസ് ചെയ്തിടുക. അല്ലാതെ വെറുതെ ഇങ്ങനെ എന്താ പറയാ പ്രകസനം പോലെ യൂട്യൂബിലായാലും ശരി, ഇൻസ്റ്റഗ്രാമിലായാലും ശരി, ഫേസ്ബുക്കിലായാലും ശരി, ഇങ്ങനെയുള്ള വൾഗറായിട്ടുള്ള വീഡിയോസുകൾ ഇങ്ങനെയുള്ള ഇത് നിങ്ങൾ ഇട്ട് പ്രദർശിപ്പിക്കാതിരിക്കുക. ഒരല്പമെങ്കിലും ഉളുപ്പ് വേണം. മനുഷ്യരായ ഒരല്പമെങ്കിലും നാണോ മാനോ അഭിമാനമെങ്കിലും കുറച്ചെങ്കിലും വേണം. ഇല്ലെങ്കിൽ അവരെ ഒന്ന് മനുഷ്യരാണെന്ന് നമുക്ക് മനുഷ്യവർഗത്തിൽ അവരെ നമുക്ക് കൂട്ടാൻ കഴിയത്തില്ല. ഇങ്ങനെയുള്ള സ്ത്രീകളെ നമുക്ക് മനുഷ്യവർഗത്തിൽ കൂട്ടാൻ കഴിയില്ല. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചിലപ്പോൾ അവരുടെ കൂടെയുള്ള ഫാമിലീസിലുള്ളവർ തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യും. പലരും അവർക്ക് ചിലർ ഫാമിലിയിലുള്ളവർ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ പോലും എന്താ പറയാ അവരെ അനുസരിക്കാതെ ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കി. ഇതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓടി വന്നത്. അതുപോലെ തന്നെ യുദ്ധവും എത്രയും പെട്ടെന്ന് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യുദ്ധം അവസാനിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം രണ്ട് രാജ്യത്തിലുള്ളവരും ഇപ്പൊ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് യുദ്ധവും ഈ ഒരു അവസരത്തിൽ അവസാനിക്കട്ടെ. അതുപോലെ ഇങ്ങനെയുള്ള ചില സ്ത്രീകൾ കാണിക്കുന്ന ഇങ്ങനെയുള്ള വീഡിയോസ്, ഇങ്ങനെയുള്ള ഇതും ചെയ്യുന്നതും അതും ഇല്ലാതാവട്ടെ. അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള നിയമങ്ങൾ, എന്തെങ്കിലും നിയമ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് വരട്ടെ എന്നും കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. വെഗൻസ്, ഹലോ, ഹായ്. വെഗൻസ് സുഖമാണോ? ഇതെന്താ എനിക്ക് മനസ്സിലായില്ലേ, ഇത് പേരാണോ? ശരി, ഗോഡ് ബ്ലസ് യു. സുനിൽ കുമാർ, രഞ്ജു, അനു, ഇവിടെ മോന് വന്നിട്ട് കമ്പുണ്ട്. ഓക്കെ, ഇത്രയും പേരാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ഒരുപാട് പേരെ നോക്കിയില്ല. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു ക്ലാസ് ഞാൻ ഇനി എടുക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് നമുക്ക് കാണാം. അപ്പൊ എല്ലാവരും ഇത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പം ചില പെൺകുട്ടികൾ ഇങ്ങനെ കാണിക്കുന്നു എന്ന് കരുതിയിട്ട് എല്ലാ പെൺകുട്ടികളെ ആ ഒരു കണ്ണിൽ ആരും കാണാതിരിക്കുക. ഇത് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം, ഇതിപ്പോ കലികാലമാണല്ലോ, അതിന്റെ ഒരു ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കുന്നതും എന്താ പറയാ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവരതൊന്നും മനസ്സിലാക്കാൻ പോണില്ല. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഈ സംസ്കാരങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറി നല്ലത് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ, ഹര ഹര മഹാദേവ, ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ക്ലാസ് ആയിട്ട് വരുന്നുണ്ട് സ്കന്ദപുരാണത്തിന്റെ. അപ്പം അത് ഞാൻ യു സെഡ് കറക്റ്റ്. അതെ, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഇത് പറയണം. ഇത് ആരാ പറയുന്നേ? ആരും പറയത്തില്ല, മനസ്സിലായോ?
സ്ത്രീകളും വന്നിട്ട് ഇങ്ങനെ പറയാൻ കൂട്ടാക്കത്തില്ല. അവര് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അറിയാവുന്നത് കൊണ്ടും ചിലർ പറയില്ല. ഇതൊക്കെ മുമ്പും ഇതുപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് കുറെ ചേച്ചിമാര് അതിൽ കുറെ വീട്ടമ്മമാരും ഒക്കെ ലൈവ് ഇട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, മനസ്സിലായി. ഹരേ കൃഷ്ണ.